അങ്ങനെ ഈ വർഷത്തെ ഓണവും വള്ളംകളിയൊക്കെ കഴിഞ്ഞ് പാത്രങ്ങളെല്ലാം തേച്ച് കഴുകി വൃത്തിയാക്കി ഞാൻ വെയിലത്ത് വിരിച്ച് ഉണക്കാൻ വെച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് മുറികളെല്ലാം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. എല്ലായിടത്തും തൂത്തുവാരി, പക്ഷെ തുടച്ചില്ല കേട്ടോ. തുടയ്ക്കാനൊന്നും എനിക്ക് സമയമില്ല, എനിക്കിപ്പോൾ കടയിൽ പോകണം. പിന്നെ അത്ത വിട്ടതൊക്കെ ഞാൻ വാരിയില്ല, അതൊക്കെ ഇനി വേറൊരു ദിവസം ചെയ്യത്തുള്ളൂ. പിന്നെ കടയിലേക്ക് ഇലയപ്പം കൊഴുക്കട്ട ചെയ്യണമായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ ചെയ്ത് പാത്രത്തിലെടുത്ത് വെച്ചു. എന്നിട്ട് ഞാനിന്ന് ചോറും കറിയും രാവിലത്തേനും ആഹാരം ഒന്നും ചെയ്തില്ല കേട്ടോ. ഞാനും മോനും കൂടെ കടയിൽ പോയി. മക്കൾ ഇച്ചിരി കൂടെ കഴിഞ്ഞ് വള്ളസദ്യയ്ക്ക് പോകും. ചേട്ടനാണ് രാവിലെ ഓണാഘോഷ പരിപാടി, സനാതന ധർമ്മത്തിൻ്റെ ആളാണ്. അപ്പോൾ ഓണാഘോഷ പരിപാടിക്ക് പോയി. അപ്പോൾ അവർക്കൊന്നും ആഹാരം വേണ്ടാത്തതുകൊണ്ടാണ് ഞാൻ ചെയ്യാത്തത് കേട്ടോ. പിന്നെ കടയിൽ നിന്ന് ചായയും ഞാൻ എലൈറ്റിൻ്റെ ഒരു ക്രീം ബണ്ണുണ്ട്, അതും എടുത്ത് കഴിച്ചു. പിന്നെ വൈകുന്നേരത്തേക്ക് തേജു വള്ളസദ്യയുടെ അവിയലും കൂട്ടുകറിയും കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ഞാൻ രാത്രിയിൽ 7 മണിയായപ്പോഴത്തേക്ക് കഞ്ഞി വെച്ച്, ചൂട് കഞ്ഞിയും ഈ അവിയലും കൂട്ടുകറിയും പിന്നെ അമ്പഴങ്ങ പൊടിയിട്ടത് കൊച്ചിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതെല്ലാം കൂടെ